വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയൊന്നുമല്ല, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചൊരു സാധനമാണ്. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പം ഇന്ന് ഞാൻ എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് അല്ല, കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ളതാണ്. മേക്കപ്പ് എന്നും പറയാം. പക്ഷേ എനിക്ക് നല്ല ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടിയതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടിയെന്ന് ഇത് 2000 ചില്ലറ രൂപയുടെ എങ്ങാണ്ട് പകുതി പൈസ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഞാൻ ബ്രാൻഡഡാണ് ഇരിക്കുന്നത്. മാക്കിൻ്റെയൊക്കെയാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ബ്രാൻഡഡാണ്, ഒന്നും ലോക്കൽ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ഇത് നല്ല ലാഭമാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ലേഡീസിനാണ്, ജെൻസിനല്ല. ലേഡീസിന് ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം. എന്ന് വെച്ചാൽ വെർത്താണ്, നമ്മൾ മേടിക്കുന്നതിന് ഇത് വെർത്താണ്. ശരിക്കും ഇത് നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചൊന്ന് കാണിക്കാം. ഞാൻ എൻ്റെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കും. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കും. പൊട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ പുറത്തൊക്കെ വേറെ പാക്കറ്റൊക്കെ കവർ ചെയ്താണ് വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പാക്കറ്റാണ് വന്നത്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നും കാണിക്കാം. കാണിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോന്നും എന്തൊക്കെ ഉപയോഗമാണെന്നും ഞാൻ പറയാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഐ മേക്കപ്പിൻ്റെ ബ്രഷ്, അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണിത്. ഇതൊന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത്ര സാധനങ്ങളാണുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ്, ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, ആ സംഭവമാണിത്. ഇത് പ്രത്യേകം മേടിക്കാൻ നല്ല പൈസയാണ്. ഇപ്പോൾ ഇത് കോംബോ ആയിട്ടായതുകൊണ്ട് നമുക്ക് ഇത് ലാഭമാണ്. ഇത് ശരിക്കും നല്ല കമ്പനി സാധനം തന്നെയാണ്, കുറഞ്ഞതൊന്നുമല്ല. കമ്പനി സാധനമാണ്, ഒടിയത്തൊന്നുമില്ല. അപ്പോൾ അത് നല്ല സാധനം തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ BB ക്രീം. BB ക്രീം എല്ലാവരും ശരിക്കും ഇടുന്നതായിരിക്കും. BB ക്രീം ഞാനെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും ഈ BB ക്രീം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഈ BB ക്രീം അല്ല, ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്.
ഇതെന്ന് പറഞ്ഞാൽ മാക്കിൻ്റെയാണ്, കമ്പനി സാധനമാണ്, മാക്കിൻ്റെ BB ക്രീം. ഇതിട്ടിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നല്ല മേക്കപ്പ് ലുക്ക് തന്നെ തോന്നിക്കും, വേറെ മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനിടുന്നത് ഇതാണ്, ഈ സംഭവമല്ല, പോൺസിൻ്റെ BB ക്രീമും പിന്നെ കുറച്ച് പൗഡർ ഇടും, അത്രയും മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. മേക്കപ്പൊക്കെ നമ്മൾ സ്ഥിരം വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. അപ്പം ഈ പാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സാധനമാണിത്. നമ്മുടെ ഐ കോംബോ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്, പിന്നെ ബോഡി ഫൗണ്ടേഷൻ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സാധനമാണ് ഇത്. BB ക്രീം ഇതൊരെണ്ണം. അപ്പം ഇപ്പം 4 സാധനങ്ങളായി. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നൊരു പ്രൈമറാണ്. നമ്മളിത് ഇൻഫെലിബിൾ മാറ്റിഫ്ലൈയിങ് പ്രൈമർ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് സ്പ്രേ ആണ്, മേക്കപ്പ് സ്പ്രേ. ഇത് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഇത് സ്പ്രേ ചെയ്യുന്നതാണ്, ഈ മേക്കപ്പൊക്കെ പോകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്ന സംഭവമാണിത്. ഇത് കുറച്ച് വിലയുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് ശരിക്കും ലാഭം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഈ കുരുക്കൾ വന്നിട്ട് കുഴിയായിട്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക്, നമ്മൾ ഈ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഫേസിലൊക്കെ ഓയിൽ പോലെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ല സംഭവമാണിത്. ഈ സംഭവം നമ്മൾ ഇട്ടതിന് ശേഷം മേക്കപ്പ് ഇടുവാണെങ്കിൽ നമുക്ക് ഓയിലി സ്കിൻ ഉണ്ടാവത്തില്ല, അതിന് വേണ്ടിയുള്ള സാധനമാണ് ഈ പ്രൈമർ. ഇതിനകത്ത് 2 പ്രൈമർ വരുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രൈമർ ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതും ഒരു പ്രീ പ്രൈമറാണ്. ഞാൻ പറഞ്ഞു 2 പ്രൈമർ വരുന്നുണ്ടെന്ന്. ഇതും വേറൊരു പ്രൈമറാണ്, കണ്ടോ. ഇത് വൈറ്റനിങ് എസൻസ് ആണ്. ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർ തോന്നിക്കുന്ന രീതിയിലത്തെ വൈറ്റനിങ് എസൻസ് ഉള്ളതാണ്. ഇതൊക്കെ ശരിക്കും വീട്ടിൽ നമ്മൾ ഇപ്പോൾ സ്ഥിരം വീട്ടിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതല്ല, ഇത് ഫംഗ്ഷനൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി വരുന്നത് ഒരു ഐലൈനറും പിന്നെ ഒരു ഐബ്രോയും. ഇത് നല്ല രണ്ടും ബ്ലാക്കാണ്, ബ്ലാക്ക് ഐബ്രോയും ഈ ഐലൈനറും. ഞാൻ ഈ ഐലൈനറാണ് ഇപ്പോൾ സ്ഥിരം, ഞാൻ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഈ ഐലൈനറാണ്. മാക്കിൻ്റെ ഏറ്റവും നല്ലതാണ്, വാട്ടർ പ്രൂഫാണ്, ഏറ്റവും നല്ലൊരു സാധനമാണിത്. അപ്പം ഇതും കുറച്ച് വിലയുള്ളതാണ്. ഞാൻ പ്രത്യേകം വാങ്ങിച്ചപ്പം ഇതിന് 250 ആയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഞാനിപ്പം മേടിച്ചിട്ട് ഒത്തിരി നാളായി, എനിക്ക് ഒത്തിരി നാളത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും നല്ല സാധനമാണ്. എല്ലാം നല്ല സാധനം തന്നെയാണ് കേട്ടോ, മാക്കിൻ്റെ എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെയെന്ന് പറഞ്ഞാൽ വരുന്നത് ഇത് ബോഡി ഫൗണ്ടേഷനാണ്. ഫേസിനും ബോഡിക്കും എല്ലാത്തിനും ഉള്ള ഫൗണ്ടേഷനാണ്. ഫേസിന് മാത്രമുള്ളതല്ല, നമ്മുടെ കയ്യിലും ഒക്കെ ഇടാൻ പറ്റുന്ന ഫൗണ്ടേഷനാണിത്. ഒന്ന് തുറന്നു കൊടുക്കുക. കണ്ടോ, ഒരു ഫൗണ്ടേഷൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിപ്സ്റ്റിക്ക് മൊത്തം 4 എണ്ണം ഉണ്ട്. അതിനകത്ത് സാധാരണ 2 എണ്ണം. സാധാരണ 2 എണ്ണം വെച്ചാൽ ഇതും കമ്പനിയാണ്, പക്ഷേ സാധാരണ നമ്മുടെ ഇങ്ങനത്തെ അത് രണ്ടും ഒരേ കളർ തന്നെയാണ്. പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്, കണ്ടോ. നമ്മൾ നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന രീതിയിലത്തെ പിങ്ക് കളറാണ്. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുണ്ട് ഡ്രൈ ആകും. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ ലിപ് ബാം, കളറുള്ള ലിപ് ബാം കിട്ടും, അതിൻ്റെ ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. അത് പല പല കളറിലുള്ള ലിപ് ബാം ഉണ്ട്. അപ്പോൾ ആ ലിപ് ബാമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം. ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഉപയോഗിക്കില്ല. അങ്ങനെ 2 ലിപ്സ്റ്റിക്കും. പിന്നെ ഉള്ളത്
മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് കണ്ടോ, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇല്ല, മാക്കിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഒരു നാച്ചുറൽ കളർ തന്നെയാണ്. പിന്നെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. ഇതും നാച്ചുറൽ കളർ തന്നെയാണ്, സാധാരണ ലിക്വിഡ് അല്ല അല്ലാത്തത്. അപ്പോൾ 4 ലിപ്സ്റ്റിക്ക് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ലിപ് ബാം അല്ല ലിപ് ഗ്ലോസ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കളറാണ് കേട്ടോ, നല്ല റെഡ് കളറാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ ഉപയോഗിക്കാറില്ല. ഞാനിത് ഉപയോഗിക്കാൻ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ ഇവിടെ പൊട്ട് തൊടാൻ വേണ്ടി, ഇതിങ്ങനെ പൊട്ട് തൊടാൻ വേണ്ടി എടുക്കും, അത്രേ ഉള്ളൂ. അതിന് വേണ്ടി ഞാനിത് ഉപയോഗിക്കുന്നത്, അല്ലാതെ ലിപ് ഗ്ലോസ് ആയിട്ട് എനിക്ക് ലിപ് ഗ്ലോസ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ 2 സാധനങ്ങളുണ്ട്. പിന്നെ ഈ 3 സാധനങ്ങളും കൂടി ഉള്ളൂ. ഒരു കാജൽ, പിന്നെ ഒരു ഐലാഷ്, പിന്നെ നമ്മൾ സ്പഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടതിന് ശേഷം സ്പഞ്ച് ചെയ്യുന്ന സാധനമാണിത്. ഇത് സ്പഞ്ച്. ഇതിന് പകരമായിട്ടാണ് ആ ബ്രഷ് ഉള്ളത്. ഇതും ഉപയോഗിക്കാം, അതും ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതും നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള കൂടിയ സാധനമാണിത്, വില കൂടുതലായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം 19 ഐറ്റംസാണ് ഉള്ളത്. 19 ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സാധനം എനിക്കില്ലാത്തതായിട്ട് തോന്നിയിട്ടുള്ളൂ. കോമ്പാക്ട് പൗഡർ ഇല്ല. കോമ്പാക്ട് പൗഡർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ മിക്കതും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒറ്റ ഇതിൽ തന്നെ നമുക്കിത് മേടിക്കാവുന്നേ ഉള്ളൂ. നമ്മളിത് പ്രത്യേകം മേടിക്കാൻ പോവുകയാണെങ്കിൽ നല്ല പൈസയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കമ്പനി സാധനം തന്നെയാണ്, അപ്പോൾ അത് പ്രത്യേകം മേടിക്കുമ്പോൾ നല്ല പൈസയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയാൽ മതി. ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് പോയി മേടിക്കാം. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ വേറെ ഒന്നും വേണ്ട, ഈ ഒരു സാധനം മേടിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഇതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ ഇത്രയും നേരം നിങ്ങൾ ക്ഷമയെടുത്ത് കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.